ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മൗനരാഗത്തിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ CS-നെയും രൂപയെയും കാണിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ താരയുടെ കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും താരയെ നമുക്കൊന്ന് പോയി കണ്ടാലോ ചന്ദ്രേട്ടാ, എന്നിട്ട് അവളോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചാലോ? അപ്പോൾ ചിലപ്പോൾ അവൾ നമ്മളുടെ മുന്നിൽ മനസ്സ് തുറക്കായിരിക്കും അല്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കല്യാണിയും കിരണും ഒക്കെ അവളുടെ മുന്നിൽ പോയി സംസാരിച്ചല്ലേ, അവളുടെ മനസ്സിൽ എന്താണെന്നൊക്കെ അറിയാനായിട്ട് തീരുമാനിച്ചല്ലേ. എന്നിട്ട് അവരോട് എന്തെങ്കിലും പറഞ്ഞോ? കല്യാണിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് താരയാണ്. എന്നിട്ട് കല്യാണി ചോദിച്ചിട്ട് പോലും താര കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ പിന്നെ നമ്മളങ്ങോട്ട് പോയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ചന്ദ്രേട്ടൻ നമ്മളങ്ങോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ചന്ദ്രേട്ടൻ അവൾക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തതാണല്ലോ. അവളെ ഈ ഒരു നിലയിലാക്കിയതും ചന്ദ്രേട്ടൻ തന്നെയാണല്ലോ. അപ്പോൾ ചന്ദ്രേട്ടൻ്റെ വാക്കുകൾ കേൾക്കാതിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ചന്ദ്രേട്ടനോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാലോ? നോക്കാൻ രൂപേ, എന്തായാലും നമുക്ക് നോക്കണമല്ലോ, അവളങ്ങനെ വെറുതെ വിടാനായിട്ട് പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേ സരയു വരുന്നത്. അപ്പോൾ സരയിന് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴും കുറച്ച് കലിപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഇവരുടെ മുന്നിൽ കാണിക്കാനായിട്ട് പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ സരയു നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. ആഹാ, മോള് വന്നല്ലോ. ദേ മോളുടെ അമ്മയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ. അതിനു മുമ്പ് മോള് വന്നല്ലോ. അല്ല, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഞങ്ങൾ പറയുമായിരുന്നു താരയെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചാലോ എന്ന്. അപ്പോൾ അവൾക്ക് കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ടെങ്കിലോ, ചിലപ്പോൾ കൊച്ചുമോളിലൊപ്പം കഴിയുമ്പോഴൊക്കെ അവളുടെ കളിയും ചിരിയൊക്കെ കാണുമ്പോഴൊക്കെ താരയ്ക്ക് സന്തോഷം തോന്നിയാലോ, അവളുടെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം മാറിയാലോ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അച്ഛാ, അങ്കിളെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്കിളെ. അങ്ങനെ അമ്മ ഇവിടെ വന്ന് നിൽക്കുമെന്ന് എനിക്ക് തോന്നില്ല. എങ്കിലൊരു കാര്യം ചെയ്യാം, ദേ മോളെ കൊണ്ടേ അവിടെ നിർത്താം കുറച്ച് ദിവസം. അതിൻ്റെ കാര്യമൊന്നുമില്ല അങ്കിളെ. അതിന് അമ്മയ്ക്ക് മോളെ കാണാത്തതിൻ്റെ സങ്കടമൊന്നും എനിക്ക് തോന്നുന്നില്ല. വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അമ്മയെ അലട്ടുന്നുണ്ട്. ഇപ്പം അമ്മ വീട്ടിലില്ലേ താനും? വീട്ടിലില്ലേ? പിന്നെ എവിടെ പോയി? അതെ, അമ്മ ഒരു ക്ഷേത്രത്തിൽ പോയിക്കാണ് ഇപ്പോൾ. ധ്യാനങ്ങളും അതേപോലെ തന്നെ ക്ഷേത്രങ്ങളും അങ്ങനെതായ കുറേ ദൈവ പരിപാടികളായിട്ടൊക്കെ നടക്കുകയാണ്. അല്ല, ഏത് ക്ഷേത്രത്തിലാണ് പോയിരിക്കുന്നത്? ഒരു 4-5 കിലോമീറ്റർ അങ്ങ് ദൂരെയുള്ള ഒരു ക്ഷേത്രത്തിലാണ്. ആ ദേവീ ക്ഷേത്രമായിരിക്കും. അത് താരയ്ക്ക് പ്രിയപ്പെട്ട ക്ഷേത്രം തന്നെയാണ്. ആയിരിക്കും. ആ ദേവീക്ഷേത്രത്തിൽ തന്നെയായിരിക്കും അമ്മ പോയിട്ടുണ്ടാവുക. അങ്ങനെ പ്രത്യേകിച്ച് ഏത് അമ്പലത്തിലാണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. 4-5 കിലോമീറ്റർ ദൂരെയാണെന്നൊക്കെ മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ എന്നൊക്കെ പറയാം. എന്നാലും താരയുടെ മനസ്സിൽ ഇതെന്താണെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ മോളെ. അത് തന്നെയാണ് അങ്കിളെ എനിക്ക് സംശയം. എന്തുകൊണ്ടായിരിക്കും അമ്മ എപ്പോഴും ഇങ്ങനെ മൂകതയായിട്ടിരിക്കുന്നത്? അതെ, അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ കരട് വീണിട്ടുണ്ട്. കരടോ? എന്ത് കരട് വീണിട്ടുണ്ടെന്ന്? അല്ല, ഞാനിപ്പം മനോഹറിനെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണല്ലോ. ആ സമയത്ത് അമ്മയ്ക്ക് അത് തീരെ ഇഷ്ടമില്ല എന്നുള്ളൊരു തോന്നൽ. പിന്നെ ഞാൻ മനോഹറിനെ പോയി ജയിലിൽ പോയി കൂട്ടിക്കൊണ്ടുവരികയും ആ വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്യുമെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അമ്മയ്ക്കത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തൊരു രീതിയിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിലേക്ക് പോയതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരയോ, അങ്ങനെ താര അങ്ങനെ ചെയ്യോ? അപ്പോഴേക്കും അങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതേപോലെയുള്ള ദ്രോഹങ്ങളാണല്ലോ മനോഹർ എന്നോട് ചെയ്തിരിക്കുന്നത്. അപ്പം രൂപയാണെങ്കിലും അത് മോള് പറഞ്ഞ സത്യമായിരിക്കും. മനോഹർ അത്രയും ദ്രോഹങ്ങൾ മോൾക്കെതിരെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളെ ഒരമ്മമാർക്കും സ്നേഹിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ടായിരിക്കും താരയ്ക്ക് ഇനിയിപ്പോൾ മനോഹറിനെ ആ ഒരു രീതിയിൽ കാണാൻ പറ്റാത്തത് കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ആകെ മാറിക്കോളും മോളെ. മോളുടെ മനസ്സിലുള്ള എല്ലാ ദുഷ്ടചിന്തകളൊക്കെ മാറിയല്ലോ. മനോഹറിനെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു രീതി നമ്മുടെ താരയുടെ മനസ്സിലേക്ക് വരും. താരയെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാം. അതൊക്കെ വഴിയെ നടന്നോളും എന്ന് സരയുവിനോട് പറയാണ്. മോളെ ഏതായാലും മനോഹറിനെ കാണാനായിട്ട് പോവില്ലേ ചോദിച്ചുമ്പോൾ തീർച്ചയായിട്ടും അങ്കിളെ, എനിക്കിപ്പോൾ മനോഹറിനെ കാണുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമൊന്നുമില്ല. ഞാൻ ഏതായാലും മനോഹറിനെ കാണാനായിട്ട് പോകും. ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും. മോളെ, നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണല്ലോ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അങ്കിളെ, എനിക്കിപ്പോൾ ആരെയും കൊല്ലാനോ കൊലവിളിക്കാനോ ഒന്നും സമയമില്ല. എനിക്കതിന് സാധിക്കത്തുമില്ല. ഞാൻ മനസ്സെല്ലാം മാറ്റി അങ്കിളെ. അതുകൊണ്ട് എനിക്ക് മനോഹറിനെ കൊല്ലാനൊന്നും പറ്റില്ലെന്നേ. ഞങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്ത ബന്ധം തുടരാനായിട്ട് താല്പര്യമില്ല. പക്ഷേ എൻ്റെ മോൾക്കൊരു അച്ഛനെ വേണം. ആ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാനെന്തിനാണ് എതിർപ്പ് കാണിച്ചു നിൽക്കുന്നത്? സമൂഹത്തിന് മുന്നിൽ എൻ്റെ മോൾക്ക് അച്ഛ എന്ന് വിളിക്കാൻ ഒരാൾ വേണ്ടേ? അപ്പം അതുകൊണ്ട് സ്വന്തം അച്ഛനെ തന്നെ അവൾ അച്ഛ എന്ന് വിളിക്കട്ടെ. അതിനിപ്പോൾ എനിക്ക് യാതൊരു എതിർപ്പൊന്നും ഇല്ല അങ്കിളെ എന്നൊക്കെ
സരയു പറയും. അപ്പോൾ സരയു അങ്ങോട്ട് നുണ പറഞ്ഞങ്ങോട്ട് കലക്കാണ് അവിടെ കിടന്നത്. അപ്പോഴാണ് ദേ യാമിനി വരുന്നത്. അപ്പോൾ യാമിനിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സരയു ആണെങ്കിൽ യാമിനി ആൻറ്റി വന്നോ, ആൻറ്റിയെ കൂടി കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതെ ആൻറ്റിക്കറിയാലോ മനോഹർ ജയിലിൽ നിന്ന് പരോളിന് ഇറങ്ങുകയാണ്. അപ്പോൾ പരോളിന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഏതായാലും മനോഹറിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം മനോഹറിനെ വീട്ടിൽ നിർത്തി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. അപ്പോൾ ഹോസ്പിറ്റലിൽ അമ്മയുടെ കൂട്ടിന് ആരുമില്ല. അതുകൊണ്ട് പറ്റുമെങ്കിൽ ആൻറ്റിക്ക് അവിടെ വന്ന് നിൽക്കാവോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെന്തൊരു ചോദ്യം മോളെ, ഞാൻ നിന്നോളാന്നേ, എനിക്കതിന് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയാം. അപ്പം രൂപയാണെങ്കിൽ അവൾക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഇനി അഥവാ അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മോൾ ടെൻഷൻ അടിക്കണ്ട, ശാരിയുടെ ഒപ്പം നിർത്താൻ വേണ്ടി വേറെ ആരെങ്കിലും ഞാൻ ഏർപ്പാട് ചെയ്തോളാന്നേ, അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. പക്ഷേ മനോഹറിന് വേണ്ട വിധത്തിലെ എല്ലാ പരിചരണയും കൊടുത്തോളണം. അവൻ നമ്മളെ ഒരുപാട് സഹായിച്ച കൂട്ടത്തിലാണ്. അവൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അവന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം കേട്ടോ മോളെ. ആങ്കളെ ആൻറ്റി അതിനു വേണ്ടി തന്നെയാണ് ഞാൻ പോകുന്നത്. മനോഹറിനെ കൂട്ടിക്കൊണ്ടു പോകാനും മനോഹറിന് സകല സ്നേഹങ്ങളും കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ യാമിനി ആൻറ്റി നിൽക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും നിന്നേക്കാം. അങ്ങനെ നമ്മുടെ സരയു അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും സരയുവിൻ്റെ മനസ്സിൽ മനോഹറിനെ കൊല്ലണം എന്നുള്ളൊരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അവനെ കൊല വിളിച്ച് കെട്ടിത്തൂക്കണം എന്നുള്ളൊരൊറ്റ ചിന്ത. മനോഹറിനെ സ്നേഹിക്കാനൊന്നും സരയിന് ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞപ്പോഴേക്കും രൂപയ്ക്കും അതേപോലെ തന്നെ CS-നൊക്കെ ഭയങ്കര സന്തോഷം തോന്നി. ഏതായാലും മനോഹറിനെ കൂട്ടിക്കൊണ്ടുവന്ന് അവളുടെ വീട്ടിൽ താമസിപ്പിക്കാമല്ലോ, അതിൽ പല സന്തോഷം ഇനി എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് സരയു വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ആ ഒരു വിഷക്കുപ്പി എടുക്കുകയാണ്. അങ്ങനെ വിഷക്കുപ്പി എടുത്തിട്ട് സരയു ഇങ്ങനെ പറയുകയാണ്, ഇത് കല്യാണിയെ കൊല്ലാൻ വേണ്ടി ഞാൻ ആ തള്ളയുടെ കയ്യിൽ ഏൽപ്പിച്ച വിഷമാണ്. ഇനി ഏതായാലും കല്യാണിയെ കൊല്ലാനായിട്ട് പറ്റില്ല. ആ തള്ള ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. അവരെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് യാതൊരു സങ്കടവും ടെൻഷനും ഒന്നുമില്ല. അവർ പോണെങ്കിൽ പോട്ടെ, നശിച്ച സ്ത്രീ, അവരെൻ്റെ അമ്മയാണെന്ന് പറയാൻ പോലും എനിക്ക് നാണക്കേടാണ്. പക്ഷേ ഈ ഒരു വിഷം എനിക്ക് ഉപകാരപ്പെടും. മനോഹർ വരുന്നുണ്ടല്ലോ, അപ്പോൾ അവൻ്റെ ഭക്ഷണത്തിൽ ഇത് എനിക്ക് ചേർത്ത് കൊടുക്കണം. അവൻ തീരട്ടെ. അവനെന്നുള്ളൊരു ശല്യം ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. എല്ലാവരും പറയുന്നത് ഞാൻ അവനെ ഏറ്റെടുക്കണം, അവനെ സ്നേഹിച്ചു തുടങ്ങണമെന്ന്. എൻ്റെ പട്ടി സ്നേഹിച്ചു തുടങ്ങും. അവനെ സ്നേഹിക്കാനൊന്നും എനിക്ക് ഈ ജന്മത്തിൽ പറ്റില്ല. അവനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. മനോഹറിൻ്റെ അന്ത്യം തന്നെയായിരിക്കും ഇന്ന് സരയു ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ലക്ഷ്മിയെയും അതേപോലെ തന്നെ കാർത്തിയെയും രതീഷിനെയൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കണം. എന്നാലും കല്യാണിയെ കൊല്ലാനായിട്ട് ആ വീട്ടിലേക്ക് കയറിയത് ഗംഗാപ്രസാദിൻ്റെ ആൾക്കാരാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കാർത്തിക് അതിനെ സമ്മതിക്കുകയാണ്. അപ്പോഴേക്ക് രതീഷ് അല്ലെന്നേ, ആ വിക്രമിൻ്റെ കൂട്ടുകാരൻ പൈസ ഇല്ലേ, അവനാണെന്ന് തെളിഞ്ഞല്ലേ, പിന്നെ എന്തിനാണ് ഗംഗാപ്രസാദിൻ്റെ കൂട്ടുകാരെ പിടിച്ചതിലിടുന്നത്? അങ്ങനെയല്ല, ഇപ്പം ഈ ഗംഗാപ്രസാദിൻ്റെ ആൾക്കാരൊക്കെ ചുറ്റിന് നടക്കുവാണല്ലോ. ഇനിയിപ്പോൾ അവൻ്റെ കൂട്ടാളികൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് ഇവരോടൊപ്പം അവരും ചേർന്നിട്ടുണ്ടെങ്കിലോ, അതും പറയാനായിട്ട് പറ്റില്ല. അത് നിങ്ങൾ പറഞ്ഞ സത്യം തന്നെയാണ്. ചിലപ്പോൾ ഇവനും അവരോടൊപ്പം ചേർന്നിട്ടുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ച് കല്യാണിയെയും കാർത്തിയെയൊക്കെ കൊല്ലാനായിട്ട് അവർ പ്ലാൻ ചെയ്യും. ഇവർ രണ്ടുപേരൊക്കെയാണല്ലോ അവരുടെ മുന്നിൽ ശത്രുക്കൾ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് കിരൺ വരുന്നത്. അപ്പോൾ കിരൺ നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് രതീഷിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ പൈസനെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. ഇനി അവൻ്റെ പിന്നാലെയാണ് നമ്മൾ ചെല്ലേണ്ടത്, രണ്ടും കൽപ്പിച്ച് തന്നെ. ഇനി അവന് ഒരു വിട്ടുവീഴ്ചയില്ല. അവൻ എവിടെയുണ്ടെങ്കിലും അവനെ പൊക്കണം. പൊക്കിയില്ലെങ്കിൽ പണി പാളും എന്ന് പറയാണ്. ശരി കിരൺ സാറേ, എന്തായാലും നമുക്ക് മുൻകൈ എടുത്ത് ഇറങ്ങണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ കാർത്തികയ്ക്കും അതേപോലെ തന്നെ ലക്ഷ്മിക്കൊക്കെ ഭയങ്കര ടെൻഷനുണ്ട്. എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്ന ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ സരയു നേരെ ആ പൈസിൻ്റെ കൂട്ടുകാരനെ കാണാനായിട്ട് ചെല്ലുകയാണ്. പൈസ എവിടെയുണ്ട് ഏതുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാന്നേ. പക്ഷേ യാതൊരു കാരണവശാലും പൈസനെ കിരൺ പിടികൂടാനായിട്ട് പാടില്ല. നിങ്ങൾ ഈ പൈസ ഏതായാലും പൈസന് കൊണ്ട് കൊടുത്തോ എന്ന് പറയുകയാണ്. നിങ്ങൾ ഈ പൈസ കൊണ്ട് കൊടുക്കോ അല്ലെങ്കിൽ നിങ്ങളത് തട്ടിച്ചെടുക്കോ? ഞങ്ങൾ അത്രയ്ക്കും വിശ്വാസവഞ്ചന കാണിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആൾക്കാരല്ല. ഫ്രണ്ട്സിന് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും. അതുകൊണ്ട് ഈ പൈസ ഞങ്ങൾ പൈസന് തന്നെ കൊടുക്കും. പിന്നെ നിങ്ങളും സൂക്ഷിക്കണം. കിരണിനെ കുറിച്ച് അറിയാലോ, കിരൺ പാഞ്ഞു നടക്കാണ്. അതുകൊണ്ട്
അങ്ങനെ ഇത് ഇനിയൊരു വീഴ്ചയും സംഭവിക്കാനായിട്ട് പാടില്ല എന്ന് പറയാണ്. ഞങ്ങൾക്ക് വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല. ഏതായാലും അവിടെ കല്യാണിയെ കുത്താനായിട്ടാണല്ലോ പൈസ കയറിയത്. പക്ഷെ കുത്തുകൊണ്ടത് വേറെ ഏതോ സ്ത്രീക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും അത് വേറെ ഏതൊരു സ്ത്രീയല്ല, എൻ്റെ അമ്മയാണ് എന്ന് പറയാണ്. വളർത്തമ്മ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതെല്ലാം ഞങ്ങൾക്ക് എങ്ങനെ അറിയാവുന്നതായിരിക്കും. ഈ വിക്രം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരല്ലേ. ഞങ്ങളും കുറച്ച് നാളൊക്കെ ജയിലിൽ കിടന്നതാ. അങ്ങനെ വിക്രം ഞങ്ങളോട് സകല കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും അത്ര നല്ല വെടിപ്പുള്ള ആൾക്കാരല്ലെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാം. വിക്രമിൻ്റെ സകല കൂട്ടിനും നിങ്ങളും കൂട്ടു നിന്നിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് പറയണ്ട. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞ് സമയം കളയണ്ട. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ പൈസന് കൊണ്ടേ കൊടുക്കണം. എന്നിട്ട് ചില സഹായങ്ങൾ എനിക്കും വേണ്ടി ചെയ്തു തരണം. നിങ്ങൾ പോയിക്കോ, പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ ഏത് സഹായം ചെയ്തു തരും എന്ന് പറഞ്ഞുകൊണ്ട് സലീമിനെ പറഞ്ഞു വിടുകയാണ്. അപ്പം ഇവർ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർ ആദ്യം തന്ന പൈസകളെല്ലാം തീർന്നിരിക്കുകയായിരുന്നു. തക്ക സമയത്തിനാണ് ഇത്രയും പൈസ കിട്ടിയത്, നമുക്ക് അടിച്ച് പൊളിക്കാടാ എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ജയിലിൽ കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനോഹർ ഓടി വന്നിട്ട് പ്രകാശിനോട് പറയാണ്, അങ്കളെ ഞാനെന്നാൽ പുറപ്പെടുകയാണ് അങ്കളെ എന്ന് പറഞ്ഞപ്പോഴേക്കും, പോയി ജീവിക്കടാ, നിൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെ ഒപ്പം സന്തോഷത്തോടെ ജീവിക്ക്, സമാധാനത്തോടെ ജീവിക്ക്. കുറച്ച് നാളെങ്കിൽ കുറച്ച് നാൾ നമുക്ക് അത്രയും സന്തോഷം കിട്ടുമല്ലോ. എന്നിട്ടപ്പോഴേക്കും, അങ്കളെ എനിക്ക് മാത്രമേ പരോള് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അടുത്ത കോടതി കൂടാൻ നേരത്ത് അങ്കിൾക്കും പരോള് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിൻ്റെ നാവ് പൊന്നായിരിക്കട്ടെ. പുറത്തിറങ്ങാനും എൻ്റെ മക്കളെ കാണാനും എനിക്ക് കൊതിയായടാ. അവരോടൊത്ത് കുറച്ച് നാളെങ്കിലും ജീവിക്കണമല്ലോ. ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. അതിനു മുമ്പല്ലേ ജയിലിലായത്. ഇനി സരയുവിൻ്റെ മനസ്സൊക്കെ മാറിയല്ലോ. ഇനി സരയു നിന്നെ ഒരിക്കലും വെറുക്കാനായിട്ട് പോകുന്നില്ല. നിനക്ക് ഏതായാലും നിൻ്റെ കുഞ്ഞിൻ്റെ ഒപ്പം സരയുടെ ഒപ്പം സന്തോഷത്തോടെ ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒത്തുവരിക തന്നെ ചെയ്യുമെന്ന് പറയാണ്. അങ്ങനെ ആയാൽ എനിക്ക് വളരെയേറെ സന്തോഷമാണ്. പക്ഷേ സരയു എന്നോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു വെറുപ്പൊക്കെ എന്നോട് ഉണ്ടാവും. അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയ്ക്കും വലിയൊരു ചതി, ആരും ചെയ്യാത്തൊരു ചതിയല്ലേ ഞാൻ അവളോട് ചെയ്തു കൂട്ടിയത്. പക്ഷേ ഇപ്പം എൻ്റെ മനസ്സിലൊറ്റ ആഗ്രഹമുള്ളൂ, എൻ്റെ കുഞ്ഞിനോടത്ത് കുറച്ച് നാൾ കഴിയുക. അത്രയും മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അങ്കളെ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ മനോഹർ അവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഈ മറ്റുള്ള ജയിൽ പുള്ളികളൊക്കെ സംസാരിക്കുകയാണ്. മനോഹറിൻ്റെയൊക്കെ ഒരു ഭാഗ്യേ, ഞാൻ ഇവിടെ ജയിലിലായിട്ടെ 10 വർഷമായി. ഒരു കൊലപാതകം ചെയ്തിട്ട് വന്നതാ. ഈ 10 വർഷത്തിനിടയ്ക്ക് 2 പ്രാവശ്യമേ എനിക്ക് പരോളിനിറങ്ങാനായിട്ട് പറ്റിയിട്ടുള്ളൂ. എന്തു പറയാനാണ്. പണ്ട് ഒരു ചോരത്തിളപ്പിൻ്റെ രീതിയിൽ കുത്തും കൊലയൊക്കെ നടത്തി. പക്ഷെ ഇപ്പം തോന്നുന്നു അങ്ങനെയൊന്നും വേണ്ടായിരുന്നു. എന്തിനു വേണ്ടി ആ കൊലകളെല്ലാം ചെയ്തു എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു. ഞാൻ ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരമായി പോയെന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രകാശം പറയണം, മക്കളെ വളർത്തുമ്പോൾ അവരെ ശിക്ഷണം കൊടുത്ത് വളർത്തി സ്നേഹിക്കണം. എന്നാൽ മാത്രമേ അവർ വലുതാകുമ്പോൾ നമ്മളെ നോക്കുകയുള്ളൂ, നമ്മൾക്ക് വില തരുള്ളൂ, നമ്മളുടെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്ത വരുള്ളൂ. അല്ലെങ്കിൽ അവർ വഷളാകി പോവുക തന്നെ ചെയ്യും എന്ന് പ്രകാശം പറയാം. അങ്ങനെ സരയു ജയിലിൻ്റെ പുറത്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. സരയു ആണെങ്കിൽ രണ്ടും കൽപ്പിച്ചാണ് അവനിങ്ങോട്ട് വരട്ടെ. അപ്പോഴാണ് മനോഹർ വരുന്ന കാഴ്ച കാണുന്നത്. അപ്പോൾ മനോഹറിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, നിനക്ക് പരോള് കിട്ടി. പക്ഷേ എൻ്റെ ഇതിൽ നിനക്കിനി ഒരിക്കലും പരോളുണ്ടാകാനായിട്ട് പോകുന്നില്ലടാ. നിന്നെ തീർക്കാൻ തന്നെയാണ് നിന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് സരയു ഇങ്ങനെ ചിന്തിക്കുക. അപ്പം മനോഹർ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും, സരയു ഏതായാലും സരയു എന്നെ കൂട്ടാനും വേണ്ടി വന്നല്ലോ. ഞാനിത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമായി സരയു പറഞ്ഞപ്പോഴേക്കും, അത് പിന്നെ ഞാൻ തന്നെ കൂട്ടാൻ വേണ്ടി വരണമല്ലോ. കിരണും കല്യാണിയൊക്കെ പറഞ്ഞതല്ലേ, അപ്പം എനിക്ക് അങ്ങനെ വരാതിരിക്കാനായിട്ട് കഴിയില്ലല്ലോ. എനിക്കിപ്പോൾ മനോഹറിനോട് ഒരു ദേഷ്യമില്ലല്ലോ എന്നൊക്കെ ഞാൻ പറയാണ്. സന്തോഷമായി. പക്ഷേ കല്യാണിക്ക് എങ്ങനെയാണ് വീണ്ടും ആപത്തൊക്കെ സംഭവിച്ചതല്ലേ? കല്യാണിയെ കൊല്ലാൻ വേണ്ടിയല്ല ആ വീട്ടിലേക്ക് കയറിയത്. അതെങ്ങനെ സംഭവിച്ചെന്നൊരു പിടിയും കിട്ടുന്നില്ല. ചിലപ്പോൾ ആ ഗംഗാപ്രസാദിൻ്റെ ആൾക്കാരാണെങ്കിലോ എന്നിങ്ങനെ നമ്മുടെ മനോഹർ ചോദിക്കുക. ചിലപ്പോൾ ആയിരിക്കും, ഗംഗാപ്രസാദിൻ്റെ ആൾക്കാർ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിലും കാർത്തികേച്ചിയെ കൊല്ലാൻ വേണ്ടിയല്ലേ വരേണ്ടത്? പക്ഷേ കാർത്തികയെ കൊല്ലാൻ വേണ്ടിയല്ലല്ലോ വന്നത്, കല്യാണിയെ കൊല്ലാൻ വേണ്ടിയല്ലേ? കല്യാണിയോട് ദേഷ്യം ഉണ്ടാകും. കിരൺ സാറാണല്ലോ ആ ഗംഗാപ്രസാദിനെ പകുതിയോളം തീർത്തത്. കിരൺ സാറിനെ പോലൊരു ചുണയുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഇവർക്ക് വല്ലാത്തൊരു ചൊറിയും അല്ലാത്ത പ്രശ്നങ്ങളൊക്കെയാണ്. അതുകൊണ്ടായിരിക്കും കല്യാണിയെ കൊല്ലാൻ വേണ്ടി വന്നത്. കിരൺ സാർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കല്യാണിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അത് ശരിയാ.
പക്ഷെ അവർ രണ്ടുപേരും നല്ല ജോഡിയാണ് ട്ടോ. നല്ല ഉത്തമ ഭാര്യയും ഭർത്താക്കന്മാരും ആണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സര ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്. ഓ ഇല്ലടാ, ഞാനും കിരണും ആടാ ഇനി ഉത്തമ ജോഡികളാകാനായിട്ട് പോകുന്നത്. എന്താ സറിയൂ, സറി എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അല്ല, മനോഹർ പറഞ്ഞത് കറക്റ്റ് ശരി തന്നെയാന്ന് പറയായിരുന്നു. മനോഹർ ഏതായാലും വണ്ടിയിലേക്ക് കയറ് എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറുകയാണ്. സരയും കയറി നിൽക്കുകയാണ്. അല്ല, നമ്മളെ ആദ്യം എങ്ങോട്ടാ പോകുന്നത്? അത് പിന്നെ മനുവേട്ട, നമുക്കേ ആദ്യം പോകേണ്ടത് അമ്മയുടെ അരിയിലേക്ക്. അമ്മ അവിടെ ആശുപത്രി കിടക്കുകയാണല്ലോ, അപ്പം അമ്മയെ ഒന്ന് കാണണം. അതിനുശേഷം ആൻറ്റിയുടെ അങ്കിളുടെ അടുത്തൊക്കെ പോകണം. ആൻറ്റി അങ്കിളും പറഞ്ഞിരിക്കുന്നത് മനുവേട്ടനെയും കൂട്ടി അങ്ങോട്ട് വരണമെന്നൊക്കെയാണ്. നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. പക്ഷേ സരൻ്റെ വീട്ടിൽ സരയുവിൻ്റെ അമ്മയില്ലേ, അത് പ്രശ്നമാവൂലേ? അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണോ? പക്ഷെ അമ്മ അവിടെ ഇല്ല. അമ്മ അമ്പല പരിപാടിയൊക്കെ ആയിട്ടൊക്കെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് മനുവേട്ടനോട് അരിശുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാണ്ട് പറ്റില്ല. ചിലപ്പോൾ അരിശുണ്ടായിരിക്കും. അമ്മയും കുറ്റം പറയാനായിട്ട് പറ്റില്ലല്ലോ സരയോ. അതേപോലുള്ള രീതിയിലുള്ള പ്രവൃത്തികളെല്ലാം ഞാൻ ചെയ്തത്. അപ്പം ഞാനോ? പണ്ടൊക്കെ ഞാൻ അതേപോലെ ആയിരുന്നില്ല മനുവേട്ട. ഞാനും ദുഷ്പ്രവൃത്തികളല്ലേ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മനുവേട്ടനെ കുറ്റപ്പെടുത്താനൊന്നും ആർക്കും അർഹതയില്ല എന്നും പറഞ്ഞുകൊണ്ട് സരി അവിടെ സ്നേഹം കാണിച്ച് മെഴുകുകയാണ്. മനോഹർ അതെല്ലാം വിശ്വസിച്ചിരിക്കുകയും ചെയ്യാണ്. എടാ മനോഹറെ, അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവൂടാ എൻ്റെ സ്നേഹം എന്താണെന്ന് എന്നൊക്കെ സരി ഇങ്ങനെ ചിന്തിക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.